കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലായി BJP വലിയ മുന്നേറ്റം നടത്തിയൊരു നിയോജകമണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അവർ പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുള്ള 40 നിയോജകമണ്ഡലങ്ങളിൽ എന്നും ഉൾപ്പെടാറുള്ളൊരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ. 2016 ഞാൻ തോൽക്കാനിടയായ കാരണങ്ങളിൽ ഒന്ന്, അന്നത്തെ BJP സ്ഥാനാർത്ഥി ശ്രീ തുറവൂർ വിശ്വംഭരൻ 29,843 വോട്ട് ഇവിടെ പിടിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 23,756 വോട്ട് കിട്ടി. മധ്യ കേരളത്തിൽ 2016 പ്രധാനമന്ത്രി വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുത്ത ഏക സ്ഥലം ഈ തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയുടെ ഒരു പശ്ചാത്തലം BJPക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്നിട്ടും ഇവിടെ മുനിസിപ്പാലിറ്റി ഇത്തവണ BJPയാണ് ഭരിക്കുന്നത്. എന്നിട്ടും BJP ഇത്തവണ ഒരു പ്രാദേശിക പാർട്ടിക്ക് ഈ സീറ്റ് 2020 വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തൊരു അന്തർധാര ഉണ്ടെന്ന് വേണം കണക്കാക്കാൻ. കാരണം ഒരു പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള നിയോജകമണ്ഡലങ്ങളൊന്നും ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്നൊരു പതിവല്ല കേരളത്തിൽ എല്ലാ പാർട്ടികളും സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ CPM ഒരു ഘട്ടത്തിൽ BJP ആണ് ഇവിടെ നിയമസഭയിൽ ജയിക്കാൻ പോകുന്നതെന്ന് വരെ പ്രചരണം നടത്തിയിരുന്നു. പക്ഷെ എന്നിട്ട് ഈ സീറ്റ് അവർ 2020 കൊടുത്തു. അതും ഒരു പുതിയൊരു രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി. ഞാൻ അവരെക്കുറിച്ച് കുറച്ച് കാണുകയല്ല, അവർക്ക് സിനിമാ പശ്ചാത്തലമുണ്ട്, രാഷ്ട്രീയ പശ്ചാത്തലമില്ല. എന്നാലും അങ്ങനെയുള്ളൊരു ആൾക്ക് സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അന്തർധാര ഉണ്ടെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇത്തരം കാലം താമര അടയാളത്തിൽ വോട്ട് ചെയ്യുകയും താമര വിരിയിപ്പിക്കാൻ നടക്കുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ ചക്ക അടയാളത്തിൽ വോട്ട് ചെയ്യേണ്ടി വരുന്നത്. അത് ഒരു ഡീലിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. നേതൃത്വത്തിന് അറിയുകയും ചെയ്യാം. അല്ല, BJP ഇവിടെ ആലോചിച്ച പല പേരുകളും BJPയുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരുടെയാണ്. പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ പ്രാദേശിക BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും ഈ തീരുമാനം ഒട്ടും സ്വീകാര്യമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഒക്കെ വലിയ പ്രതിഷേധവും ഉള്ളതായിട്ടാണ് പറഞ്ഞു കേട്ടത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവരിത് അറിഞ്ഞിട്ടില്ല. അവരാദ്യമൊക്കെ ഞാൻ ചില ചടങ്ങിനൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനോടൊക്കെ ചോദിക്കുമ്പോൾ മറ്റു ചില പേരുകളൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഇപ്പോൾ വളരെ നാടകീയമായിട്ടാണ് 2020 സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. എറണാകുളം ജില്ലയിൽ എനിക്ക് തോന്നുന്നു 9 നിയോജകമണ്ഡലത്തിൽ 2020 കൊടുത്തിരിക്കുക. BJP പോലുള്ള ഒരു പാർട്ടി പുതുതായിട്ട് അവരുടെ മുന്നിൽ ചേർന്ന ഒരു പ്രാദേശിക പാർട്ടിക്ക് 9 സീറ്റ് ഈ ജില്ലയിൽ തന്നെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിൽ കോൺഗ്രസ്സിന് വളരെ കൂടുതൽ സാധ്യതയുള്ള ഒരു ജില്ലയായതുകൊണ്ട് ആ വിജയം അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും.